ഹലോ എവ്രിവൺ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി IIT എയിംസ് ഫൗണ്ടേഷൻ കോഴ്സുകളിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബ്രില്യന്റിന്റെ പാലാ സെന്ററിലാണ്. പാലാ സെന്ററിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലുടനീളം 50ഓളം സെന്ററുകളിൽ ഈ എക്സാം നടത്തുന്നുണ്ട്. സോ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറമെ ബാംഗ്ലൂർ, ഖത്തർ, ദുബായ് എന്നിവിടങ്ങളിലും സൈമൾട്ടേനിയസ്ലി ഈ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഇവിടെ തന്നെ ബാക്കിൽ കാണാൻ പറ്റും, ഒത്തിരി പേരൻസും അവരുടെ കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളാണ് ഇവിടെ ഇപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തു നിന്നുമായിട്ടും ധാരാളം പാരന്റ്സും കുട്ടികളുമാണ് നമ്മുടെ IIT എയിംസ് പ്രോഗ്രാമിന്റെ ഭാഗമാകാനായിട്ട് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് നേടിയിട്ടുള്ള ശ്രീനന്ദ് ശർമ്മൽ നമ്മുടെ IIT എയിംസ് പ്രോഗ്രാമിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ നമുക്കറിയാം, ആ ഒരു ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു റാങ്ക് തന്നെയായിരുന്നു അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബ്രില്യന്റിൽ അത്രയും വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് ഇത്രയും പാരന്റ്സും കുട്ടികളും ഇന്ന് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സോ ഈ ആയിരക്കണക്കിന് കുട്ടികളും അവരുടെ പേരൻസും ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് കാണുന്നത് തന്നെയാ. നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് എക്സാമുകളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അവിടെ എക്സാം എഴുതുന്ന സമയത്ത് അവരുടെ പാരൻസ് എല്ലാവരും ഇവിടെ ഇതേ താഴെ ഇരുന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാരൻസിനോട് ഒന്ന് ചോദിച്ചു നോക്കാം, എന്താണ് അവരുടെ വിശേഷങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ വെയിറ്റ് ചെയ്യുന്ന പേരൻസിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ തിരമാലകളൊക്കെ താണ്ടി നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ നിന്ന് വന്ന ഒരു പേരൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അവരുടെ ഡീറ്റെയിൽസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ഓക്കെ, ഹലോ സാർ, എങ്ങനെയാണ് അത്രയും ദൂരത്തുനിന്ന് ബ്രില്യന്റിനെ പറ്റി അറിഞ്ഞത്? നമ്മൾ യൂട്യൂബ് വഴി, ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമായിരുന്നു. കൊച്ചിന്, എൻ്റെ മോക്ക് ഇൻട്രസ്റ്റ് ആണ് IIT ജെയിൽ അഡ്വാൻസിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി. സോ റെസിഡൻഷ്യൽ ബേസിൽ നമ്മൾ പ്രോഗ്രാം ചെക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ബ്രില്യൻസിൻ്റെ റിസൾട്ട്സും ബ്രില്യൻസിൻ്റെ ക്യാമ്പസും ബ്രില്യൻസിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എൻട്രൻസിനും എക്സാമിനേഷൻ, ഒളിമ്പിയാഡ് എക്സാമിനേഷന് അപ്പിയറായി ഓൺലൈൻ വഴി. അതിൽ സെലക്റ്റായി മോൾ. അതിലും സെലക്റ്റായിട്ട് സെക്കൻഡ് എക്സാമിനേഷൻ ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ചെയ്യാൻ പറ്റില്ല, കൊച്ചിൻ്റെ പ്രീ ബോർഡിങ്സ് കാരണം. ഇപ്പോൾ വീണ്ടും എൻട്രൻസിന് വേണ്ടി നമ്മൾ കൊച്ചിനെയും കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. എപ്പോൾ പുറപ്പെട്ടു? നമ്മൾ 28 മോർണിംഗ് ഫ്ലൈറ്റിലായിരുന്നു. 28 നേരെ ചെന്നൈ വന്നു. ചെന്നൈയിൽ നിന്ന് എറണാകുളം വന്ന് സ്റ്റേ ചെയ്തു. എറണാകുളം സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ഇന്നലെ നമ്മൾ പാല എത്തി. പാലയിൽ സ്റ്റേ ചെയ്തു. പാലയിൽ നിന്ന് സ്റ്റേ ചെയ്തിട്ട് ടൈം മുമ്പ് ഇപ്പോൾ എൻട്രൻസിന് മോളെ കൊണ്ടുപോയി. അപ്പം മാം, മോള് ചെറുപ്പം തൊട്ട് തന്നെ ഭയങ്കര അംബീഷ്യസ് ആയിരുന്നു. അതെ, അവൾക്ക് ആസ്ട്രോനോട്ടാണ്, സയൻറ്റിസ്റ്റ് ആവാനാണ് ഇഷ്ടം. അപ്പോൾ യുവിക 2024 സെലക്ഷൻ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനും ഹൈദരാബാദൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നോക്കി ബ്രില്യൻസ് നല്ലതായിരുന്നു. മെയിൻ നമ്മൾ ഗേൾസിന് വേണ്ടി ഹോസ്റ്റൽസ് എല്ലാം ഫെസിലിറ്റി നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ സേഫ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മോളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ചെറുപ്പം തൊട്ടേ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് സബ്ജക്റ്റാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടം? മാത്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്നും ക്ലാസ്സൊക്കെ വിട്ട് കഴിയുമ്പോൾ വീട്ടിൽ വന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു IIT എയിംസിന് വേണ്ടി? അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് അവൾ. നമ്മൾ യൂട്യൂബ് വഴി ഒരു ബെസ്റ്റ് ഇത് നോക്കി അവൾ പഠിക്കാറുണ്ട്. വീഡിയോ ക്ലാസ്സുകളെല്ലാം കണ്ട് പഠിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ 2 പാരൻറ്റ്സ് നിന്ന് നല്ല ഗാഢമായിട്ടുള്ള ചർച്ചയിലാണ്. സോ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം, എങ്ങനെയായിരുന്നു അവരുടെ കുട്ടികളുടെ എക്സാമിനുള്ള പ്രിപ്പറേഷൻസ് എന്നും, അതേപോലെ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, അതുപോലെ അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ സാർ. നമസ്കാരം. എന്തായിരുന്നു സാറിന്റെ പേര്? എൻ്റെ പേര് ഡെന്നി. എൻ്റെ പേര് വീരപുത്രൻ എന്നാണ്. ഞാൻ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ നിന്നാണ്. സാർ എവിടെ നിന്ന് വരുന്നു? ഞാൻ കുറവിലങ്ങാട് കുര്യനാട്. മോനാണോ മോളാണോ എക്സാം എഴുതുന്നത്? മോളായിരുന്നു. മോനാണ്. നേരത്തെ ബ്രില്യന്റിൽ വന്നിട്ടുണ്ട്, അത് ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു മോന്റെ എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? പ്രിപ്പറേഷൻ ആള് ഹോസ്റ്റലിലായിരുന്നു ഇപ്പോൾ 3 മാസം. അതിനുശേഷം പോർഷനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വന്നു. വീട്ടിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഓഫ്ലൈൻ എക്സാമിന് ഇവിടെ കൊണ്ടുവന്നതാണ്. നന്നായിട്ട് പഠിക്കുന്നു, നല്ല കോച്ചിങ് ആണ്.
വളരെ സാറ്റിസ്ഫൈഡ് ആണ്. സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാ ഫുൾ ടൈം വീട്ടിലിരുന്ന് പഠിത്തമാണോ അതോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഫുൾ ടൈം ഇപ്പോൾ ഇതിനു വേണ്ടി പഠിക്കുകയാണ്. കാരണം വെച്ചാൽ ഹോസ്റ്റലിലായിരുന്നല്ലോ. ഹോസ്റ്റലിൽ 3 മാസം അവർ ആ രീതിയിൽ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിരുന്നു. ഫുൾ ടൈം വീട്ടിൽ ഇരുന്ന ആൾ ഓൺലൈനായിട്ടും അതർവൈസ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എക്സാമിന് വരുന്ന സമയത്ത്? ടെൻഷൻ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരുപാടൊക്കെ മാറ്റമുണ്ട്. ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ട് ഇപ്പൊ വീക്കെൻഡിലും എല്ലാം വീക്കിലും എക്സാം ഉള്ളത് കൊണ്ട് ഒരുപാട് മാറ്റമുണ്ട്. ബ്രില്യൻറ്റിനെ പറ്റി എങ്ങനെയാ അറിഞ്ഞത്? ഇങ്ങനെ ഒരു എക്സാം ഉണ്ടെന്നുള്ളതൊക്കെ എങ്ങനെയാ അറിഞ്ഞത്? ഒരു പേപ്പർ വഴി അറിഞ്ഞത്, ന്യൂസ് പേപ്പർ വഴി. ഓക്കെ. അപ്പൊ കുട്ടിക്ക് ചെറുപ്പം തൊട്ടേ ഈ ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെ ആഗ്രഹമുള്ള അംബീഷ്യസ് ആയിട്ടുള്ള കുട്ടിയായിരുന്നോ? എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. എഞ്ചിനീയർ ആകാൻ ആഗ്രഹമുള്ള ആൾ എന്താണ് ഇത് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ റീസൺ? അല്ല, അതല്ല, ഇതിപ്പോൾ നമ്മൾ പേപ്പർ കാണുമ്പോൾ എല്ലാ വർഷവും റിസൾട്ട് വരുമ്പം ബ്രില്യനെ സംബന്ധിച്ച് കൂടുതൽ റിസൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മറ്റേ ബ്രില്യനെ പേര് തിരഞ്ഞെടുത്തത്. അപ്പൊ അടുത്തൊരു ഫാമിലി കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. സർ, പേരെന്താ? ഷിബു. എവിടെന്നാ വരുന്നത്? ചെത്തിമറ്റം. പാലയിൽ തന്നെയാണ് അല്ലേ? മാമിന്റെ പേര്? ഷിജി. ഓക്കെ. അപ്പോൾ മോളാണോ മോനാണോ? മോനാണ്. അപ്പോൾ എങ്ങനെയാണ് ബ്രില്യൻ്റിൽ ഈ ഒരു എക്സാമിനെ കുറിച്ചൊക്കെ അറിഞ്ഞത്? ബ്രില്യൻ്റിൽ എല്ലാവരും പഠിച്ച് വലിയ ഡോക്ടർ എഞ്ചിനീയറും ഒക്കെ ആകുന്ന ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട് നമുക്കും കുട്ടികളെ വിടണമെന്നൊരാഗ്രഹം. അങ്ങനെ അവൻ്റെ രണ്ടാമത്തെ എക്സാമാണ്. ഞങ്ങളൊന്ന് നേരത്തെ എഴുതിയായിരുന്നു. അപ്പം അവന് ഭാവിയിലൊരു സൈനിക സ്കൂളിൽ പോകാനോട് ഇരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഈ എക്സാം ഒന്ന് എഴുതിച്ചതാണ്. ആള് നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചാവറയിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റാണ്. അപ്പോൾ മോൻ ക്ലാസ്സൊക്കെ വിട്ട് വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിലിരുന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടോ? വീട്ടിലിരുന്ന് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാറുണ്ടോ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാറുണ്ട്. ഉണ്ട്. അപ്പോൾ എങ്ങനെയാ വീഡിയോസ്, യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടാണോ എങ്ങനെയാണ് അതൊക്കെ ചെയ്യുന്നത്? ഈ ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ട് അതൊക്കെ ലാപ്ടോപ്പ് വെച്ച് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. വൈഫാണ് എല്ലാം ചെയ്ത് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് എടുത്തിട്ടാണ് ടെസ്റ്റിന് വേണ്ടി വന്നത്. മാം, മോൻ എങ്ങനെയാ? ഭയങ്കര അംബീഷ്യസ് ആയിരുന്നോ? ചെറുപ്പം തൊട്ട് ഇത് നേടണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടിയാണോ? ഇപ്പോൾ എല്ലാ കിഡ്സും അങ്ങനെയല്ലേ. ദേ ആർ ആംബിഷ്യസ് ബിക്കോസ് പാരൻസ് ഓൾസോ എഡ്യൂക്കേറ്റഡ്, സോ ദേ വോണ്ട് ദെയർ കിഡ്സ് ടു ബി ഓൾസോ ബിക്കം ഇൻ എ വെരി ആംബിഷ്യസ് വേ. ഇറ്റ്സ് ബീൻ ഗൈഡഡ് ഫ്രം ദി ഫസ്റ്റ്, ഫ്രം ദി ലോവർ ലെവൽ ഇറ്റ്സെൽഫ്, from the second standard, third standard itself, and he's been trying all the mock tests which we got through from Chavara School Foundation. ഇവിടെ വേറെ സിബ്ലിങ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമുക്ക് ചാവറ സ്കൂളിൽ ഇങ്ങനെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ ഇത് ഫ്രം ബ്രില്യൻ ദേ കെയിം ഓവർ ദേ ഫോർ ദിസ് ഇൻട്രഡക്ഷൻ ആൻഡ് അതിൽ നമ്മൾ ഓറിയൻറ്റേഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹി ഗോട്ട് ദിസ് ഈസ് ദ സെക്കൻഡ് എക്സാം ആക്ച്വലി. ഫസ്റ്റിൽ തന്നെ അവന് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് സോ വി ട്രൈഡ് ഫോർ സെക്കൻഡ്. സോ ബെറ്റർ സ്കോളർഷിപ്പ് കിട്ടുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ നമുക്ക്. ആൻഡ് മോർ ക്വസ്റ്റ്യൻ പേപ്പർ അവൻ ചെയ്യുമ്പോൾ അല്ലേ അവന് കുറച്ചും കൂടി എളുപ്പമാവുള്ളൂ. ഐ മീൻ the fear will go away, right? So it's a good thing that what you're doing brilliant is let this kids be out of the fear of the exam. That's very good thing what you're doing, to be very frank. ഹലോ, എന്താ പേര്? പേളി ഷിബു. നിദാ ഷിബു. ബ്രദറിനെ പോലെ ഇവിടെ വന്ന് എക്സാം എഴുതാനൊക്കെ ആഗ്രഹമുണ്ടോ? യെസ്. വലുതാകുമ്പോൾ ആരാകാൻ ആഗ്രഹം? ആർട്ടിസ്റ്റ്. What you like to become, Nida? Teacher. ഓക്കെ. സോ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ആംബിഷ്യസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. സിസ്റ്റേഴ്സും അതായത് വളരെ ഭയങ്കര ആംബിഷ്യസ് ആയിട്ടുള്ളവരാണ്. സോ നമുക്ക് ഓൾമോസ്റ്റ് വാർണിംഗ് ബെല്ലൊക്കെ വന്നു കഴിഞ്ഞു. നമ്മുടെ എക്സാം തീരാറായി. നമുക്കിനി കുട്ടികളുടെ റിവ്യൂ കൂടെ അറിയണം അല്ലേ? സോ നമുക്കിനി കുട്ടികളിലേക്ക് പോകാം. അപ്പോൾ എക്സാം കഴിഞ്ഞ് നമ്മുടെ കുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുപേര് നമ്മുടെ കൂടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരോടൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അതിന് മുമ്പ് എന്താ പേര്? ഭവാനി. പവിത്ര. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പാലായിരുന്നു. രണ്ടുപേരും ഫ്രണ്ട്സ് ആണോ? ഒരുമിച്ചാണോ വന്നേ? ഒരേ ക്ലാസ് ഒരുമിച്ച് വന്നു. ഏത് സ്കൂളിലാ? ഞാൻ ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കുറിച്ചിട്ടാണ്. രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. എത്രയിലാ പഠിക്കുന്നത്? ഈ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. കഴിഞ്ഞ തവണത്തെക്കാലൊക്കെ എളുപ്പമായിരുന്നു തവണത്തെ എക്സാം. ഏതായിരുന്നു ഉള്ളതിൽ ഏറ്റവും എളുപ്പം? ഫിസിക്സ് ആണോ കെമിസ്ട്രി? മാത്സ് ആയിരുന്നു ഏറ്റവും എളുപ്പം. മാത്സ് എളുപ്പമായിരുന്നു അല്ലേ? അപ്പൊ ഏതായിരുന്നു ഭയങ്കര ടഫായിട്ട് തോന്നിയേ? കെമിസ്ട്രി. അപ്പൊ എന്താ കെമിസ്ട്രിയിൽ എന്താ ബുദ്ധിമുട്ട് തോന്നിയ? റിയാക്ഷൻസ് ഒക്കെ കുറെ വന്നോ? ഇക്വേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ചോദിച്ചു കുറെ
അപ്പൊ ഫിസിക്സും മാത്സും അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു അല്ലേ? അപ്പൊ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ഒക്കെ? ക്ലാസ് കഴിഞ്ഞ് വന്ന് വീട്ടിലിരുന്ന് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തായിരുന്നോ? എങ്ങനെയായിരുന്നു അപ്പൊ ചെയ്തേ? വീഡിയോ കണ്ട് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അപ്പൊ മോക്ക് ടെസ്റ്റ് ഒക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ ഈ ഒരു എക്സാമിനെ? നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. കുറെ ക്വസ്റ്റ്യൻസ് ഏകദേശം സെയിം ഫോമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് എഴുതാനൊക്കെ പറ്റിയല്ലേ? ഓക്കെ. അപ്പൊ എക്സാം കഴിഞ്ഞിറങ്ങിയ മോളും അതുപോലെ മോളുടെ ഫാമിലിയും നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമുക്ക് അവരോട് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. മോളുടെ പേരെന്താ? നേഹ. ഓക്കെ. എത്രയിലാ പഠിക്കുന്നത്? 10th പഠിക്കും. സാറിന്റെ പേര്? എൻ്റെ പേര് അനൂപ്. എൻ്റെ സിസ്റ്ററുടെ മകളാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ ടഫ് ആയിരുന്നോ? എന്താണ് തോന്നിയത്? മോഡറേറ്റ് ആയിട്ടാണ് തോന്നിയത്. മോഡറേറ്റ് ആയിട്ട്. ഓക്കെ. ഈ സബ്ജക്റ്റ് ആയിരുന്നു കുറച്ചും കൂടി ഈസി? ഫിസിക്സ് കെമിസ്ട്രി ആയിരുന്നു. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? എല്ലാ ദിവസവും ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നോ? എല്ലാ ദിവസവും ഇപ്പൊ എക്സാംസും കൂടെ നടക്കുന്നതായതുകൊണ്ട് എല്ലാ ദിവസവും അല്ല, എന്നാലും മാക്സിമം പറ്റുന്ന പോലെ എല്ലാം പറ്റും. അപ്പൊ എങ്ങനെയായിരുന്നു ബ്രില്യന്റ്ലി ഈ ഒരു എക്സാമിനെ കുറിച്ചൊക്കെ എങ്ങനെയാ മോൾ അറിഞ്ഞത്? എൻ്റെ ഒരു സാറിന്റെ വഴിയാണ് അറിഞ്ഞത്, ട്യൂഷൻ സാറ്. അപ്പൊ സാറിന്റെ വഴി. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു? അത് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വെരി ഇംപ്രൂവ്ഡ്. ഓക്കെ. ഒരുപാട് നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ മോളല്ലേ? അപ്പൊ എങ്ങനെയാണ് മോള് ചെറുപ്പം തൊട്ടേ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണ്? വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നോ? അല്ല, എന്നാലും ആവറേജിൽ മുകളിലാണ് കുട്ടി. ഓക്കെ. അപ്പൊ അവൾക്ക് അവളുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ അവളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് മാത്രം. അപ്പൊ അവളുടെ സാറ് വഴിയാണ് ഇത് അറിയുന്നത്. അപ്പൊ അങ്ങനെയൊന്ന് നമുക്കത് ചെയ്യാം, എക്സാമിൽ പങ്കെടുക്കാം. എന്തായാലും നമ്മൾ അതൊന്ന് ഫേസ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ കാരണം. ബ്രദറിന് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. ബ്രദറും ഇതുപോലെ എക്സാം എഴുതാൻ വരുന്നുണ്ടോ? എത്രയിലാ പഠിക്കുന്നത്? 7th. ഓക്കെ. എനിവേ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ആയിരക്കണക്കിലധികം വിദ്യാർത്ഥികളാണ് കേരളത്തിലുടനീളമായി ബ്രില്യന്റ് ഫൗണ്ടേഷൻ സ്ക്രീനിംഗ് ടെസ്റ്റിന്റെ ഭാഗമായത്. എല്ലാവർക്കും തുടർന്നുള്ള ജീവിതത്തിലും വലിയ വലിയ വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ബ്രില്യന്റ് ഫാമിലി ആശംസിക്കുന്നു. എൻ്റെ പേര് സിയാന. ഞാൻ എറണാകുളത്ത് നിന്ന് ആണ് വരുന്നത്. കോതമംഗലം
GMHS ചെറുവെട്ടൂരിലാണ് ഞാൻ പഠിക്കുന്നത്. ഇന്നത്തെ എക്സാം ക്ലാസ്സൊക്കെ കണ്ടിട്ടാണ് വന്നത്. മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റി. നല്ലതായിരുന്നു, സിമ്പിളായിരുന്നു. ഡോക്ടർ ആവണമെന്നാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രില്യൻറ്റിൽ എത്തിയത് തന്നെ. ബ്രില്യൻറ്റ് പണ്ടേ മുതൽ നല്ലതാണ്, എല്ലാവരും പഠിച്ചിട്ട് ബ്രില്യൻറ്റിൽ നിന്നാണ് എല്ലാവരും പഠിച്ച് ഡോക്ടർ ആയതെന്നൊക്കെ അറിഞ്ഞു. അതുകൊണ്ടാണ് ടെസ്റ്റ് ചെയ്താൻ എത്തിയത്. ഇവിടെ വന്നപ്പോൾ എല്ലാം നല്ലതാണ്. ബ്രില്യൻറ്റ് തന്നെ സൂപ്പറാണ്. എക്സാം എളുപ്പമായിരുന്നു. ഞാൻ ബ്രില്യൻറ്റിൽ ആദ്യമായിട്ടാണ് വരുന്നത്. കുട്ടിയുടെ നിലവിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ മകന് നിലവിൽ ഇവിടെ പഠിച്ച് ഇപ്പോൾ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിലവിൽ സംസാരിച്ചിട്ടാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് അന്വേഷിച്ചത്. അങ്ങനെ അന്വേഷിച്ച് ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ നമ്മളിവിടെ വന്ന കൊച്ച് എക്സാമിന് കയറിയ ഒരു 2.5 മണിക്കൂർ നമ്മൾ ഈ കോളേജ് മൊത്തം ചുറ്റിക്കിറങ്ങി. ഇവിടെ ക്യാമ്പസ് വന്നപ്പോൾ നല്ല ഏറ്റവും ആദ്യം നമുക്ക് ഫീൽ ചെയ്ത് നിലവിൽ വൃത്തിയുടെ വിഷയത്തിൽ തന്നെയാണ്. ഞാൻ കൂടുതൽ വൃത്തി പരീക്ഷിക്കുന്ന ആളായതുകൊണ്ട് നിലവിൽ അതിനാണ് നമ്മൾ കൂടുതൽ ഞങ്ങൾ ക്യാൻറ്റീനിലടക്കം പോയപ്പോൾ എല്ലായിടത്തും നമുക്ക് ബോധ്യപ്പെട്ടത് വൃത്തിയാണ് ഏറ്റവും വലുത്. പിന്നെ ഇവിടുത്തെ അച്ചടക്കം നമ്മൾ കുട്ടികളുടെ സ്റ്റുഡൻറ്റിൻ്റെ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ മോൾ ഇവിടെ ഇപ്പോൾ നിലവിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ നിലവിൽ ഇവിടുത്തെ ആ ഒരു കാര്യങ്ങൾ മൊത്തത്തിൽ നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്, നന്നായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ഒരേ സ്കൂളിൽ പഠിക്കുന്ന, ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. സോ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സാം, അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവരുടെ പേരും ഇവരെവിടുന്നാ വരുന്നത് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. ഓക്കെ. എബിൻ റോയ് കുന്നോന്നി, ആയുഷ് തിരുവനന്തപുരം, ജെർമായ പാല, തൃശ്ശൂർ, ജോഹാൻ എറണാകുളം, പ്രണവ് പാല, ഫെബിൻ പൈക, മാത്യു പാല, കല്യാണി തോടനാൾ, ഇലാന ചക്കാമ്പുഴ, ശ്രേയ ഇവിടെയൊക്കെ തന്നെ, ഗായത്രി മരിങ്ങാട്ടുള്ളി. അപ്പൊ ഏതായിരുന്നു ടഫായിട്ട് തോന്നിയ സബ്ജക്ട് ഏതായിരുന്നു? ടഫ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇവരുടെ ഡിക്ഷണറിയിലേ ഇല്ല. ഇവർക്ക് എല്ലാം ഈസി ആയിരുന്നു. അപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പൊ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തു ഇന്നത്തെ എക്സാമിനെ? ഭയങ്കര യൂണിറ്റി ആണ്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരായതുകൊണ്ടായിരിക്കും ചിലപ്പോ. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മുടെ ബ്രില്യന്റിൽ ഇങ്ങനെ ഒരു എക്സാം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത്? പിന്നെ ഭയങ്കര യൂണിറ്റി ആയതുകൊണ്ട് ഒരാൾ അറിഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു. എല്ലാവരും അറിഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്? മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി, പിന്നെ ഇങ്ങനെ പരസ്പരം സംസാരിച്ച് ഡിസ്കസ് ചെയ്തു. ഭയങ്കര യൂണിറ്റി ആയതുകൊണ്ട് അങ്ങനെയൊക്കെ. സോ ആദ്യമായിട്ടാണോ നിങ്ങൾ ബ്രില്യൻറ്റിൽ വരുന്നത്? അവര് സ്ഥിരം ഇവിടെ ഉള്ളവരാണ്, വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ ഉള്ളവരാണ് അവർ പറയുന്നത്. ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളാണ് നമ്മളുടെ കൂടെ ഇപ്പൊ ഇവിടെ ചേർന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്തായാലും അത് ഉറപ്പായും നേടിയെടുക്കും എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം അവരുടെ എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ മക്കളെ എല്ലാവരും ഹാപ്പി അല്ലേ? എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.